ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ ശേഷം മറ്റൊരു ക്രിമിനൽ കേസ് പ്രതിയായ അർജുൻ ആയങ്കിയെ അകത്താക്കാൻ കണ്ണൂർ സ്ക്വാഡിന്റെ പഴുതടച്ച അന്വേഷണത്തിന് കണ്ണൂർ റേഞ്ച് ഡിഐജി കെ കാർത്തിക്, സിറ്റി പോലീസ് കമ്മീഷണർ വി വിജയ് ഭാരത് റെഡ്ഡി, റൂറൽ എസ് ഉമേഷ് ഗോയൽ, കണ്ണൂർ ACP MP ആസാദ് എന്നിവരാണ് അന്വേഷണം മികവിന്റെ മറ്റൊരു പൊൻതൂവൽ കൂടി കരസ്ഥമാക്കാൻ കണ്ണൂർ സ്ക്വാഡിനെ സജ്ജമാക്കിയത്. അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത കണ്ണൂർ സ്ക്വാഡിന് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വന്നത് വെറും 60 മണിക്കൂറാണ്. തളിപ്പറമ്പിൽ അർജുൻ ആയങ്കി 2 ദിവസം കഴിഞ്ഞത് ഏറ്റവും സുരക്ഷിതമായ ഒരു ഒളിയിടത്തിലാണ്. ആയങ്കിയുമായി അടുത്ത് ബന്ധമുള്ള കുപ്രസിദ്ധ രാഷ്ട്രീയ ഗുണ്ടയുടെ താവളമാണ്. അവിടെ രാത്രി പരിശോധനയ്ക്ക് 40 പോലീസെങ്കിലും വേണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തും ഒളിത്താവളത്തിലെത്തിക്കും മുൻപ് കൂട്ടാളികൾ മൊബൈൽ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടും ഒക്കെയായിരുന്നു അവർ വളരെ ആസൂത്രിതമായി നീങ്ങി അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയതെന്നാൽ മികച്ച ഫീൽഡ് തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. ഗുണ്ടാ സംഘങ്ങളെ ഒതുക്കാനുള്ള ഓപ്പറേഷൻ ഗ്രൂപ്പ് സജീവമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ്. ഗുണ്ട ആക്രമി സംഘങ്ങളുടെ പട്ടിക പരിശോധിച്ചു വരികയാണ്. സിറ്റി റൂറൽ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. അർജുൻ ആയങ്കി കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ പോലീസിന് വിവരം ലഭിച്ചിരുന്നുള്ളൂ. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ എന്ന് അർജുൻ ആയങ്കി വെല്ലുവിളിച്ചപ്പോൾ അത് കണ്ണൂർ സ്ക്വാഡിനെയാണ് എന്ന് അദ്ദേഹം പോലും കരുതിയിരിക്കില്ല. കാരണം ഇതിനു മുൻപും എത്രയോ സംഭവങ്ങളിൽ തുമ്പുണ്ടാക്കിയ കഥകളാണ് കണ്ണൂർ സ്ക്വാഡിന് പറയാനുള്ളത്. അന്വേഷണ സംഘത്തിലുള്ളതെല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരെ പോയ ക്രിമിനൽ കേസ് പ്രതികളെ പൊക്കിയവരാണ്. ഈ സംഘത്തിലുള്ള ചിലരെ കുറിച്ചാണ് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ഒരുങ്ങിയത് പോലും. ആയങ്കിക്ക് മുൻപ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലം ഉണ്ടായിരുന്നു എങ്കിൽ ഇക്കുറി അതില്ല എന്ന് പോലീസിന് ഉറപ്പായിരുന്നു. സുഹൃത്തുക്കളുടെ പിൻബലത്തിലാണ് ആയങ്കി ഒളിച്ചിരിക്കുക എന്നും പോലീസ് ഉറപ്പിച്ചു. അതോടെ ഇവരെ പിടികൂടുക എന്ന തന്ത്രമാണ് പോലീസ് ആദ്യം എടുത്തത്. അതോടൊപ്പം ബന്ധുക്കളെയും നോട്ടമിട്ടു. അമ്മയെ ചോദ്യം ചെയ്താണത്രേ തുടങ്ങിയത്. വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ഇനിയും ഒളിച്ചിരുന്നാൽ പോലീസ് വീട്ടിലേക്ക് എത്തും എന്നതിന്റെ ഒരു സൂചന നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകയെ കാണാൻ എന്ന പേരിൽ ആയങ്കി കണ്ണൂരിൽ എത്തിയത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പോലീസ് പിടികൂടിയതോടെ അധികകാലം ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു. തളിപ്പറമ്പിലെ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ എത്തിയതോടെ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി. മണിക്കൂറുകൾക്കകം അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കാനും സാധിച്ചു. ഒരു കൂസലുമില്ലാതെയാണ് അർജുൻ ആയങ്കി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നത്. പത്രങ്ങൾ മാറി മാറി വായിച്ചു. കൈവിലങ്ങുകൾ പോലീസുകാർ മാറ്റുമ്പോഴൊക്കെ യാതൊരു കൂസലുമില്ലാതെയിരുന്നു. എന്തായാലും അർജുൻ ആയങ്കി പിടികൂടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് കണ്ണൂർ സ്ക്വാഡിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. രാവിലെ പോലീസ് സ്റ്റേഷന് കീഴടങ്ങാനാണ് അർജുൻ എത്തിയത് എന്ന് അഭിഭാഷക പറഞ്ഞിരുന്നു. ഇവരുടെ കണ്ണൂർ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് അർജുനെ പോലീസ് പിടികൂടിയത്. അർജുനെ തന്റെ ഫ്ളാറ്റിൽ ഒളിവിൽ പാർപ്പിച്ചിരുന്നില്ല എന്ന് അഭിഭാഷക പറഞ്ഞു. വീടും ഓഫീസും ഒരുമിച്ചാണ്. കേസിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അയാൾ വന്നത്. അതിനിടയ്ക്ക് പോലീസ് വന്നു. അവർക്കുടനെ അർജുനെ കൈമാറി എന്നും അഭിഭാഷക പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടവരിൽ ആയങ്കിയും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇത്തരക്കാരെ P ജയരാജന് തള്ളി പറയേണ്ടി വന്നു. അർജുൻ ആയങ്കിക്ക് ഇനി പുറത്തിറങ്ങി പോലീസിനെ വെല്ലുവിളിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപക്ഷെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കാനോ നാട് കടത്താനോ ആലോചിക്കുകയാണ് പോലീസ്. അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകും. സാമ്പത്തിക യാത്ര, താമസ സൗകര്യമൊരുക്കിയവരുടെ പട്ടിക പോലീസ് പരിശോധിക്കുകയാണ്. കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അർജുൻ പിടിയിലാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.